ഹലോ, എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കല്യാണിയും മേഘ്നയും കൂടെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയ വിവരമൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ മേഘ്നയുടെ രണ്ടാനമ്മയായിട്ടുള്ള വിലാസിനി കലി പൂണ്ടിങ്ങ് വരികയാണ്. അങ്ങനെ വിലാസിനി വന്നിട്ട് മേഘ്നയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും കൂടെ തലവഴി ഈ സാരിയുടെ തലപ്പൊക്കെ ഇട്ടിട്ട് അവിടെ എവിടെയെങ്കിലും ഓരത്ത് മാറി നിൽക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങ് നടന്നു പോകുമ്പോൾ നിക്കടി അവിടെയെന്നും പറഞ്ഞിട്ട് ഈ വല്യമ്മ വന്ന് കിടന്ന് അലറാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും മേഘ്നയ്ക്ക് മനസ്സിലായി പണി പാളിയെന്ന്. അങ്ങനെ അവർ തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ, എടി നീ ഞങ്ങളുടെ കുടുംബത്തിനെ മൊത്തം അപമാനിച്ചിട്ട് എന്നിട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. നാട്ടുകാരും അതുപോലെ തന്നെ ചെറുക്കൻ്റെ കൂട്ടരും ഒക്കെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ്. ദയവ് ചെയ്ത് എൻ്റെ മകളുടെ സന്തോഷം കളയരുത് എന്നും പറഞ്ഞിട്ട് വിലാസിനെയാണെങ്കിൽ പറഞ്ഞു, ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ നീ ഇവിടുന്ന് പോയിക്കോണം. നിന്നെ കാണാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞു. അവൾ വന്നിരിക്കുന്നു. എടി ഇവള് സ്വത്തിൻ്റെ പാതി നിനക്ക് തരാമെന്ന് വാഗ്ദാനം വല്ലതും തന്നോന്ന് നമ്മുടെ കല്യാണിയോട് വിലാസിന് ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണിയാണെങ്കിലോ, അതെ സ്വത്തിൻ്റെ പാതി മേടിച്ചിരുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവൾക്ക് നിങ്ങളുടെ ഒരു കാര്യവും ഒരു സ്വത്തും നിങ്ങളുടെ ഒരു രീതിയിലുള്ള ഒരു സമ്പത്തും ആവശ്യമില്ല. അവൾ വന്നിരിക്കുന്നതേ അവളുടെ അനുജത്തിയുടെ വിവാഹം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അങ്ങനെ കല്യാണി ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ഈ സ്വത്തിൻ്റെ പാതി സ്വത്ത് തന്നെ മേടിച്ചു കൊടുക്കാൻ സാധിക്കും. ഞങ്ങളതിന് മെനക്കെടാത്തത് ഇന്ന് ഇവൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും അതുപോലെ തന്നെ സാഹചര്യവും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരു ആനുകൂല്യവും നിങ്ങളുടെ ഒരു ദാക്ഷിണ്യവും ഒന്നും തന്നെ മേഘനയ്ക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് കല്യാണി ദേഷ്യപ്പെട്ടു. ആ സമയത്താണെങ്കിലോ, പിന്നെ ആരെ കാണാനാടി ഇവിടെ വന്ന് നിൽക്കുന്നത്? എൻ്റെ കെട്ടിയോനെ മയക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ആരുമില്ല, ഭർത്താവ് മരിച്ചുപോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എൻ്റെ ഭർത്താവ് അയാളുടെ മകളായതുകൊണ്ട് തന്നെ അയാൾക്കൊരു സെൻറ്റിമെൻറ്റ്സ് വരുമല്ലോ. അതൊന്നും ഞാൻ സമ്മതിച്ചു തരുന്ന കാര്യമല്ല. ദേ എൻ്റെ ജിഷമോൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒച്ചപ്പാടും ബഹളവുമായി. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ആ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. ഒരുവിധം നമ്മുടെ വിലാസിനിയെ ശാന്തയാക്കിയിട്ട് വിലാസിനിയോട് പറഞ്ഞു, എടി നീ കല്യാണ മണ്ഡപത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ പെങ്കൊച്ചിനെ ഇറക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യ്. ഇവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളാന്നും പറഞ്ഞു. അങ്ങനെ ആ അച്ഛനാണെങ്കിലോ നമ്മുടെ മേഘ്നയുടെ അടുത്ത് പറഞ്ഞു, അതെ മോളെ, എന്തിനു നീ വന്നത്? എനിക്കറിയാം നിനക്ക് നിന്റെ അനുജത്തി ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്നെയാണെന്ന്. പക്ഷേ നിനക്കറിയാലോ വിലാസിനിയുടെയും അതുപോലെ തന്നെ നിഷയുടെയും സ്വഭാവമൊക്കെ. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോള് കേക്ക്. കല്യാണി മോളെ ഇവളെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോന്നു പറഞ്ഞു. അങ്ങനെ ഒരുവിധം ആ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നല്ല വിഷമത്തോടു കൂടി നമ്മുടെ മേഘനയാണെങ്കിൽ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും കല്യാണി പറഞ്ഞു, എടേ നമുക്ക് അവിടെ എവിടെയെങ്കിലും മാറി നിന്ന് ഈ കല്യാണം കണ്ടിട്ട് തന്നെ പോവാം. അങ്ങനെ അവർ അഹങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ഓഡിറ്റോറിയത്തിൽ വരാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കെന്നും പറഞ്ഞിട്ട് കല്യാണി ഇവളെയും വിളിച്ചിട്ട് അവിടെ മാറി നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മനുവിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് രാഹുലാണെങ്കിൽ ഭയങ്കര ടെൻഷനിലിരിക്കുക. ഈശ്വര, കല്യാണിയും മേഘ്നയും ഒക്കെ ഇവിടെ തന്നെയുണ്ട്, ഈ വിവാഹം എങ്ങനെ നടക്കാനാണ് എന്ന് ഇയാൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ട് പെണ്ണിൻ്റെ അച്ഛൻ വരികയാണ്. അല്ലടോ, എവിടെയോ ചെറുക്കൻ, എവിടെയോ ഞാൻ കുറേ നേരമായല്ലോ ചെറുക്കനെ നോക്കുന്നത്. എടോ അവൻ സമയമാകുമ്പോഴത്തേക്കിനും ഇങ്ങ് എത്തും. അപ്പം ഇയാൾ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു കേട്ടോ, അവൻ കല്യാണിയെ കണ്ടത് കൊണ്ട് മുങ്ങിയതായിരിക്കുമെന്ന്. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ തിരുമേനി പറഞ്ഞു, സമയമായി, ചെറുക്കനെയും അതുപോലെ തന്നെ വധുവിനെയും ഒക്കെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ രാഹുൽ അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ മേഘ്നയുടെ അച്ഛൻ അങ്ങോട്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എടോ പയ്യൻ എവിടെയെടോ, എത്ര നേരമായി? അവൻ ബാത്റൂമിൽ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം, അതെ അവന് ടെൻഷനാണോ, ഞാൻ എന്ത് പറയാനാ, പിന്നെ അവൻ ഇപ്പം തന്നെ റെഡിയായി വരും, താൻ സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞു. അല്ല, തൻ്റെ മരുമോൻ ഏകദേശം അമേരിക്കയിലൊക്കെ അല്ലായിരുന്നോ? അപ്പം അവന് റോഹനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അവനെ ഞാൻ കണ്ടതുമില്ല അന്ന് കല്യാണം വിളിക്കാൻ വന്നപ്പോഴത്തേക്കിനും തൻ്റെ മരുമോന് മാത്രം കണ്ടില്ല. ചെറുക്കൻ ഇന്ന് വരുമോ എന്ന് ചോദിക്കുമ്പം ഇല്ലടോ, അവൻ വലിയ ബിസിനസ് ടൂറിലൊക്കെയാണ്, അവന് വലിയ ഡിഗ്രിയൊക്കെ ഉള്ളതാ. അങ്ങനെ നമ്മുടെ മനു കല്യാണം കഴിക്കുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡിഗ്രിയൊക്കെ രാഹുൽ അവിടെ വെച്ച് ഇങ്ങനെ പറയുകയാണ്. പിന്നീടാണെങ്കിലോ മുഹൂർത്തത്തിന് സമയമായെന്ന് തിരുമേനി പറഞ്ഞതും വധുവിനെയും അതുപോലെ തന്നെ വരനെയും വിളിക്കാനും ആവശ്യപ്പെട്ടു.
അങ്ങനെ നമ്മുടെ സനല്, അതായത് മനുവിൻ്റെ കൂട്ടുകാരൻ സനല് രാഹുലിനെ വിളിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, എടോ ദാ വരുന്നത്, ആ വരുന്നത് നമ്മുടെ പയ്യൻ തന്നെയാണ് കേട്ടോ. അവനെ അവിടെ പിടിച്ചിരുത്ത്. ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കല്യാണിക്ക് എന്നെ പിടികിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങ് വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇയാളാണെങ്കിലോ നമ്മുടെ രാഹുലിനെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് മേഘ്നയും അതുപോലെ തന്നെ കല്യാണിയും കൂടെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു സമയം, മുഖമൊക്കെ മറച്ചിട്ട് ഉത്തരേന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ വരൻ എത്തുകയാണ്. അപ്പം വരനെ കാണുമ്പം, അല്ല ഇവൻ ഇവിടെ കേരളത്തിൽ എവിടെയോ ഉള്ളതാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താ ഇപ്പം ഈ സ്റ്റൈലിൽ വരുന്നത്? ഒരു പക്ഷേ അവൻ ഉത്തരേന്ത്യക്കാരനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നേ, അവിടെ നിന്നെങ്ങാനും കേരളത്തിൽ വന്ന് താമസിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി മേഘ്നയെ ആശ്വസിപ്പിക്കുകയാണ്. ചെറുക്കൻ്റെ മുഖം കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് കല്യാണി. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ ആ ഒരു കാഴ്ച കണ്ട് നിൽക്കുകയാണ്. അപ്പം രാഹുലാണെങ്കിലോ വന്നത് മനോഹരനാന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ മനുവിനെ വലിയ കാര്യത്തിന് ക്ഷണിച്ചു. ദേടോ നീ വരുന്നത് തൻ്റെ മരുമോനാണ്. അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഉത്തരേന്ത്യൻ സ്റ്റൈലിൽ വിവാഹം നടത്തണമെന്നുള്ളത്. എന്തായാലും താൻ തൻ്റെ മരുമോനെ ഇങ്ങ് പിടിച്ചിരുത്തെന്ന് പറഞ്ഞു. അങ്ങനെ വരൻ അവിടെ ഹാജരായി. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ രാഹുലിനോട് മനു സ്വകാര്യം പറഞ്ഞു, അതെ ആ കല്യാണി നേരെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, നീ തൽക്കാലം ഈ സെറ്റപ്പിൽ വന്നത് നന്നായി, അല്ലെങ്കിൽ കല്യാണി നിന്നെ കണ്ടുപിടിച്ചേനെന്നും പറഞ്ഞിട്ട് നമ്മുടെ രാഹുലാണെങ്കിൽ മനുവിനെ പിന്നീട് നമ്മുടെ വധുവിൻ്റെ എൻട്രിയാണ്. അപ്പോൾ അവള് ആ ഒരു താലപ്പൊലിയുടെ ആരവങ്ങളൊക്കെ ഓടുകൂടി നമ്മുടെ വധു അങ്ങോട്ട് കയറുകയാണ്. അങ്ങനെ ആ ഒരു തിരുമേനി പറഞ്ഞതനുസരിച്ച് രാഹുലാണ് മനുവിന് നിശയെ കെട്ടാനായിട്ടുള്ള ആ ഒരു താലിയൊക്കെ എടുത്തു കൊടുക്കുന്നത്. ഇതൊക്കെ കൺകുളിരെ കണ്ടുകൊണ്ട് നമ്മുടെ മേഘ്നയും കല്യാണിയും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു താലിമാല അണിയിക്കുന്ന ചടങ്ങും കഴിഞ്ഞു. പിന്നീട് പരസ്പരം വധുവും വരനും ആ ഒരു മാലയൊക്കെ അണിഞ്ഞു. അതിനുശേഷം നമ്മുടെ മനു എഴുന്നേറ്റ് നിന്നിട്ട് അവൾ കൊടുക്കാനുള്ള സാരിയും അതുപോലെ അവളുടെ സീമന്തത്തിൽ സിന്ദൂരം ചാർത്തുകയൊക്കെ ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴത്തേക്കിനുമാണ് ആ നിഷ എന്ന് പറയുന്ന പാഷാണത്തി കൃമി അവളവളുടെ ചേച്ചിയെ കാണുന്നത്. മേഘ്നയാണെങ്കിലോ, അയ്യോ ഇവളെന്നെ കണ്ടു, ഇനിയിപ്പോൾ ഇത് മതി ഒരു പ്രശ്നം ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞ്, ബാ ചേച്ചി നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്കിവിടുന്ന് പോവാന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയും കൂട്ടിയിട്ട് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അവരവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ രാഹുൽ പറഞ്ഞു, അതെ ഞാനിപ്പോൾ വരാട്ടോ, നീ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തോന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മുടെ കല്യാണിയുടെ പിന്നാലെ ഇറങ്ങുകയാണ്. അങ്ങനെ മേഘ്നയും കല്യാണിയും കൂടെ വിവാഹം കാണാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ചേച്ചി, ചെറുക്കൻ്റെ ഫോട്ടോ കാണാൻ പറ്റിയില്ലല്ലോ, ചെറുക്കൻ്റെ മുഖവും കാണാൻ പറ്റിയില്ല. അവൻ എന്തോ ഒരു ഉത്തരേന്ത്യക്കാരനാണെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം രാഹുൽ അങ്ങോട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ മനുത എത്രാമത്തെ കല്യാണമാണ് കഴിക്കുന്നതെന്ന് അവന് പോലും നിശ്ചയമില്ല. അപ്പോൾ ആ ഒരു വിവാഹം നടന്നിരിക്കുകയാണ്. ഇനി എന്തായാലും നമ്മുടെ സരയുടെ കാര്യം കട്ടപ്പുകയാകുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. ഓക്കേ.